ഓക്കെ, നമുക്ക് തുടങ്ങുന്നാല്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നല്ല ആരോഗ്യത്തോടെ നിങ്ങളെ മുന്നിലേക്ക് വരുവാനും ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ചതിന് പ്രപഞ്ച സൃഷ്ടാവിനെ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ നിങ്ങളെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ടും നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. കാരണം അറിവിൻ പ്രകാശം ലഭിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ ലൈഫ് മുന്നോട്ട് പോകുന്നത്? പിന്നെ ഇത്രയും ദിവസത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ക്ലാസ് ലഭിച്ചത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുകയാണോ വേണ്ടത്? ആർക്കൊന്നും പറയുന്നില്ലേ? ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്നാൽ എന്താണ് എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഈ വേർഡ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്, അതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് ഈ പദം തന്നെ ഞാൻ കേൾക്കുന്നത്. ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കേട്ടപ്പോഴാണ് എൻ്റെയൊക്കെ കുടുംബത്തിലും അതുപോലെ മറ്റു കുടുംബങ്ങളിലും നാടുകളിലുമൊക്കെ ഒരുപാട് ആളുകൾ വിഷമത്തോടു കൂടി ജീവിക്കേണ്ടി വന്നതും, അതുപോലെ 40% ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിപ്പെടേണ്ടി വന്നതും, ആത്മഹത്യകളൊക്കെ ഇത്രയും കൂടുതൽ സംഭവിക്കാനുള്ള കാരണങ്ങളൊക്കെ മനസ്സിലായത് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. കാരണം ഒരു ഫേസ്ബുക്കിൽ ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഒരാൾ പറയുന്നുണ്ട്, ഒരു ഡോക്ടർ പറയുന്നുണ്ട്, അയാളുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിന്റെ അനുഭവം. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഇയാളടുത്തേക്ക് ആരോ കൊണ്ടുവരുന്നത്. അപ്പോ ചോദിച്ച സമയത്ത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, സ്വന്തം ഉപ്പയുടെ പെരുമാറ്റവും എന്ത് നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതി, അങ്ങനെ ജീവിതം മടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നൊക്കെ ഈ കുട്ടി പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിഷയം കിട്ടിയതിന് ശേഷം, ഇങ്ങനെ ഒരു അറിവ് ലഭിച്ചതിന് ശേഷം ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികളിലൂടെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഭാഗമായിട്ട് കുടുംബങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 15-ലധികം കുടുംബങ്ങൾ എൻ്റെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ ഈ മെഡിറ്റേഷൻ രാവിലെ എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഫോർഗീവ്നെസ്, മറ്റുള്ളവർക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം എന്ന്. ഓരോ ദിവസത്തെ മെഡിറ്റേഷൻ ഓരോ ടോപ്പിക്കിലൂടെയാണ് പോവല് രാവിലെ. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ വിഷയം എടുക്കുമ്പോൾ ഇതെടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട്, ഇത്തരം അനുഭവങ്ങളിലൂടെ പോയ ഞങ്ങൾക്ക് എങ്ങനെ, നമ്മളൊരു തെറ്റും ചെയ്യാതെ ഞങ്ങളോട് ഈ രൂപത്തിലൊക്കെ പെരുമാറിയ വ്യക്തികൾക്ക് ഞങ്ങൾ എങ്ങനെ ക്ഷമിച്ചു കൊടുക്കും? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളിലൂടെ ഇത്തരം അറിവുകൾ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചക്കും ഒക്കെ കാരണങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് നമ്മുടെയൊക്കെ സാമ്പത്തികം തകർന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിഷമത്തിലൂടെ പോവേണ്ടി വന്നത് എന്നൊന്നും ആർക്കും തിരിച്ചറിയില്ല, ആർക്കും മനസ്സിലാക്കാനും കഴിയില്ല. അപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുമ്പോഴാണ് ഇതിനൊക്കെ നമ്മൾ അടിയറ വെക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാം. അപ്പോൾ ഒരുപാട് രോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും അതേപോലെ മറ്റു പ്രയാസങ്ങൾക്കുമൊക്കെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഈ വിഷയം എന്താണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കുന്നതിലൂടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാന് ഞാനൊരു അനുഭവം പറഞ്ഞുതരാം.
അപ്പൊ അത് ശരിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊന്നും വല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അവര് ഈ സംഭവം പറയും, ഇങ്ങനെയുള്ള ആളുകളും നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതാണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ എങ്ങനെയുള്ള പേഴ്സണാലിറ്റികളാണ് ഇത് മനസ്സിലാവാനാണ് ഞാൻ എൻ്റെ ഈ അനുഭവം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ICയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാർഡിലേക്ക് ആക്കിയപ്പോ ഞങ്ങളെ ബെഡിന്റെ തൊട്ടടുത്ത് ബെഡിലുള്ള ഒരു സഹോദരി, ഒരു 55 വയസ്സൊക്കെ തോന്നിക്കും കണ്ടാല്. അപ്പൊ ഞാൻ അവരോട് പേരും സ്ഥലമൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം അവരുടെ മുഖം കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി നന്നായിട്ട് വിഷമത്തിലൂടെയാണ് പോകുന്നത് എന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലോ, നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ശരിയാണ് മോളെ, ഈ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഞാന് എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ ചോദിച്ച സമയത്ത് ശരിയാണ് മോളെ എന്ന് പറഞ്ഞതിന് ശേഷം അവര് പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസമായി. ഈ 6 മാസത്തിന്റെ ഇടയിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ആവുന്നത് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹസ്ബൻഡ് മരിക്കാനുള്ള കാരണം എന്താണ്? ആ കാരണം കേട്ടപ്പോഴാണ് എനിക്ക് വളരെയേറെ വിഷമം തോന്നിയത്. ആ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്. ഈ 2 മക്കളിൽ ഒരാളെ മോളെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മോനും ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ ഈ 2 മക്കളും ഞങ്ങളും നല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല സ്നേഹത്തോടെയാണ് ഞങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. അതിലേക്കാണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. മകൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾക്ക് തന്നെ ഞങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ആരംഭിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ ഞങ്ങൾ വിചാരിക്കാത്ത പല സംഗതികളും മോന് ഞങ്ങളോട് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയായി. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവര് ആ നാട്ടിൽ തന്നെ കുറച്ചപ്പുറത്തായി കൊണ്ട് വാടക വീടെടുത്ത് താമസം മാറി. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര വിഷമം ഉണ്ടാവും. ഇപ്പൊ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ, എൻ്റെ വീട്ടിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ, എൻ്റെ മകൻ അങ്ങനെ, ഒരു മകന് മാത്രമാണ് ഉള്ളത്, വീടെടുത്ത് തൊട്ടടുത്ത് അവനാന്റെ നാട്ടിൽ തന്നെ കുറച്ചപ്പുറത്ത് താമസിക്കുമ്പോൾ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. ആ അമ്മായിമ്മ, ഭർത്താവിന്റെ ഉമ്മ മോശമായത് കൊണ്ട്, പാവം ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ പറയല്. പിന്നെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ആളുകൾ 2 വിഭാഗമാവും. 2 ആളോടും പലതും പറയാന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ക്ഷാമല്ല. അമ്മയെ തച്ചാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഉള്ളൊരു അവസ്ഥ. അങ്ങനെ വലിയ കുട്ടിക്ക് എനിക്ക് തോന്നുന്നൊരു 10 വയസ്സൊട്ടായിട്ടുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ കണ്ട് കുട്ടീനെ, പേരക്കുട്ടീനെ. അപ്പോൾ ഒരു ദിവസം ഈ ഒരു ദിവസം ഇതിന്റെ ഭർത്താവ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ മോന്റെ കുട്ടി എന്തോ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വന്നു തന്നെ. അപ്പോ വല്യാപ്പ ഈ കുട്ടീനെ അങ്ങോട്ട് മാടി വിളിച്ച്. അപ്പൊ ഈ കുട്ടി വല്യാപ്പനോട് പറയാണ്, നിങ്ങളോട് സംസാരിക്കരുത്, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അടുത്തേക്ക് വരരുത്, നിങ്ങൾ എന്തോ വാങ്ങി തന്നാ വാങ്ങരുത് എന്നൊക്കെ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പേരക്കുട്ടി വല്യാപ്പനോട് പറഞ്ഞ്. അപ്പൊ നമുക്ക് എത്രത്തോളം സ്നേഹം നമ്മുടെ പേരമക്കളോട് ഉണ്ടാവും നമുക്ക് ആലോചിച്ചാൽ അറിയാം ഇത് കേൾക്കുമ്പോഴുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പം ഭാര്യനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഈ ഭാര്യ വിളിക്കുമ്പോ ഈ ഭർത്താവ് എണീക്കണില്ല, മിണ്ടണില്ല, കണ്ണ് തുറക്കണില്ല. അങ്ങനെ ഇവര് 2 സ്വന്തമാണ് ആ വീട്ടിലുള്ളത്. എന്നിട്ട് ആ സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ആളുകളെ വിളിച്ചു കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം ഈ സഹോദരിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മളെയൊക്കെ നാട്ടിൽ നടക്കുന്ന ഓരോ സത്യങ്ങളാണ് ഇതൊക്കെ. എത്രത്തോളം വിഷമം ഞാനാണ് അല്ലെ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ ഉണ്ടാവും. അപ്പൊ
പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് മരണം കഴിഞ്ഞ് എല്ലാവരും വന്നു. പിന്നെ ഇവരോട് പറഞ്ഞ് ഇനിയിപ്പോ പിന്നെ ഉമ്മ മാത്രമാണല്ലോ വീട്ടിലുള്ളത്. അങ്ങനെ കുടുംബങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്ത് ഇനി ഉമ്മനെ ഒറ്റക്കാക്കരുത്, നിങ്ങൾ ഉമ്മന്റെ അടുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ പറഞ്ഞ ആളുകളെ പരിഗണിച്ചിട്ടെങ്കിലും 1-2 മാസം നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സങ്കടമില്ല. 2 ആഴ്ച നിന്ന് ഇവര് വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അതിലൊക്കെ ഈ സഹോദരി വിഷമിച്ച് രോഗിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ വേണം. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ച, ഈ പൈസക്കും വേണ്ടി മകനോട് ആവശ്യപ്പെടുകയാണ്. മകന് ഫുൾ അയച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഇതിന് കൊടുക്കാനുള്ള പൈസക്കും വേണ്ടി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഓരോ രംഗങ്ങള്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ലൈഫിൽ എന്ത് അനുഭവങ്ങൾ വന്നാലും നമ്മുടെ മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം സ്ട്രോങ് ആക്കാൻ നമ്മൾ പഠിച്ചില്ല. ഇത് നമ്മളെ സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ അല്ലെ മറ്റു പാഠശാലയിൽ നിന്നോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 വ്യക്തികളുടെ ജീവിതം 2 അവസ്ഥയിലേക്ക് പോവേണ്ടി വന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സ്നേഹത്തോടെ ജീവിച്ച ഒരു കുടുംബത്തിലേക്ക് ഈ രൂപത്തിലുള്ള മകളെ ഭർത്താവട്ടെ മകന്റെ ഭാര്യയാവട്ടെ ഇത്തരം പേഴ്സണാലിറ്റികൾ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന്റെ സന്തോഷമുള്ള അവസ്ഥകൾ നഷ്ടപ്പെടും. പിന്നീട് ഇവർക്ക് പറ്റാത്ത പല സംഗതികളും ആ കുടുംബങ്ങളിൽ നടക്കുമ്പോൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും മേലെയും താഴെയും സംസാരവും അങ്ങനെ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലൂടെയാണ് ഇങ്ങനെയുള്ളവരോട് പെരുമാറേണ്ടത് എന്നുള്ള ഒരു പഠനം നമുക്ക് ഇവിടുന്ന് കിട്ടണില്ല. ഇങ്ങനെയുള്ള പഠനങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളായി ആ കുടുംബം ഇതുപോലെയുള്ള ഒരുപാട് ദുഃഖങ്ങളിലേക്ക് ആ കുടുംബത്തിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇതിനൊക്കെയുള്ള പണം കണ്ടെത്താൻ കഴിയാതെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും ആരോഗ്യപരമായിട്ടുള്ള തകർച്ചയും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെയൊക്കെ അറ്റാക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് ഒന്ന് നമ്മളൊക്കെ ഉള്ളിരുത്തി ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിസ്സാര പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ തരണം ചെയ്യണം എന്നുള്ള അറിവില്ല. അപ്പൊ ഇത്തരം പേഴ്സണാലിറ്റികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു പഠനം നമുക്ക് എവിടുന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ കുടുംബം ഏത് രൂപത്തിലാണോ മുന്നോട്ട് പോയത് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്ന ഒരു അവസ്ഥയും നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠനം ലഭിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തികളുടെ ഒന്നും കുടുംബം ഈ രൂപത്തിൽ തകർന്നു പോകൂല. അപ്പൊ ഇങ്ങനെയുള്ള മക്കളെയും മരുമക്കളെയും ഒക്കെ ഇടയിലേക്ക് നമ്മൾ രോഗികളായും കൂടി ചെല്ലുമ്പോൾ, പിന്നെ അത് മാത്രല്ല ഇങ്ങനെയുള്ളവർക്ക് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിന്റെ പ്രത്യേകതകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പോ ഇതിലൂടെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് ഇതിന്റെ ഗൗരവം എത്രത്തോളമാണ്. ഇത് നമ്മൾ എല്ലാവരിലേക്കും സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കൾക്കായിരിക്കും ഇങ്ങനത്തെ ഒരു പരീക്ഷണം വരില്ല, അല്ലെ മരുമക്കൾക്കായിരിക്കും, പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ, അല്ലെ പേരമക്കൾക്കായിരിക്കും. ഇത്തരം അറിവുകൾ നമുക്ക് എവിടുന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തകർന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ കാര്യങ്ങൾ ഇങ്ങനത്തെ പേഴ്സണാലിറ്റിക്ക്, ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവരോട് ഈ പ്രത്യേകതകളൊക്കെ ചോദിച്ചപ്പോ അതൊക്കെ ആ വന്നു കയറിയ മരുമകളിൽ ഉള്ളതായിട്ടാണ് എനിക്ക് സംസാരത്തിലൂടെ മനസ്സിലായത്. അത് ഞാൻ അടുത്ത ക്ലാസ് പറയും. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ നമ്മുടെ മുന്നിലുള്ള സമൂഹത്തോട് പറയുന്നു എന്ന് ചോദിച്ചാല്, ഈ വിഷയമൊക്കെ പഠിക്കുന്നതിന് മുന്നേ എന്റെ അറിവിൽപ്പെട്ട ഒരു കുടുംബത്തില് ഇതേപോലെ ഒരു മരുമകൾ കയറി വന്നു. അപ്പോ ഇങ്ങനെ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ അഭിപ്രായം ചോദിക്കുമല്ലോ. അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് അത്ര അറിയില്ല. എന്നാലും എന്റെ ഉമ്മയൊക്കെ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. അവള് വീട്ടില് അവളുടെ കാര്യം മാത്രം ചെയ്യും, ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സ് മാത്രം എടുക്കും, വേറുള്ളതൊന്നും എടുക്കൂല. അതുപോലെ എന്ത് സംഗതിയും പിന്നെ
ഭർത്താവിന്റെ വേറെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓലെയൊന്നും മൈൻഡ് ചെയ്യൂല, ഓലോടൊന്നും അങ്ങനെ സംസാരിക്കൂല, അവളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യും. പക്ഷെ മുഴുവനും കേൾക്കാതെ നിങ്ങൾ ആരും തീരുമാനം എടുക്കരുത് കേട്ടോ. ഞാൻ ഓരോരോ പോയിന്റുകളാണ് പറഞ്ഞത്. ഞാൻ അടുത്ത ക്ലാസ്സിലാണ് ഇവരുടെ പ്രത്യേകതകൾ പറയല്. 10-ലധികം പ്രത്യേകതകൾ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട ആ വ്യക്തി, ആ കുടുംബത്തിലെ ആ മരുമകൾ ഇന്ന് ഈ ഭൂമിയിലില്ല. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ചെറിയ 3 മക്കള് ഉള്ള സന്ദർഭത്തിലാണ് ആ വ്യക്തി മരണപ്പെട്ടത്. അവർക്ക് ക്യാൻസർ ആയിനി. ഇപ്പൊ ഈ വിഷയം പഠിച്ചപ്പോ നമ്മുടെ അറിവില് ഏതെങ്കിലും കുടുംബങ്ങൾ ഈ രൂപത്തിലൂടെ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് പഠനം നടത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റിയത്. ഈ വ്യക്തികൾക്കൊക്കെ ഇത്തരം അറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഓർമ്മയുണ്ട്, ആ സ്ത്രീയെ മറവ് ചെയ്യുമ്പോൾ സ്വന്തം മകൻ കാട്ടിക്കൂട്ടിയ മണ്ണിന്റെ മുകളിൽ കടന്ന് 10 വയസ്സട്ടപ്പോ വലിയ മക്കളായി പെണ്ണട്ടി ഒക്കെ അവസ്ഥയിലേക്ക് എത്തി, കെട്ടിക്കൊക്കെ ചെയ്ത് പെണ്ണെട്ടാനൊക്കെ ആയിന്. അപ്പൊ അന്ന് ആ കുട്ടി ഖബറിന്റെ മുകളിൽ കിടന്ന് കളിച്ച രംഗങ്ങളൊക്കെ ആ സമയത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആവുമ്പം ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഈ വന്നു കയറിയ ആളുകളും, അല്ലെ ഭാര്യന്റെ വീട്ടുകാരും വന്നു കയറിയ വ്യക്തികളും തമ്മിലൊരു ഉള്ളിലൊരു ഫൈറ്റ് ഉണ്ടാവും. നമുക്ക് ഒന്നുകൊണ്ടും യോജിക്കാൻ കഴിയാത്ത സ്വഭാവങ്ങളായിരിക്കും അവർക്കുണ്ടാവില്ല. ഈ ഫൈറ്റിലാണ് ഏതോ ഒരു കൂട്ടര് രോഗിയാവുന്നതും. അറിയില്ലല്ലോ, ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നതിലൂടെയാണ് നമ്മുടെ ഹെൽത്ത് തകരുന്നത് എന്നുള്ളൊരു പഠനം. സൈക്കോസൊമാറ്റിക് ആണ് 90% രോഗങ്ങളും എന്ന് പഠനം നടത്തിയപ്പോഴാണ് ഇതൊക്കെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ആശുപത്രികളൊക്കെ ഇത്രയും നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥയിലേക്ക്. എല്ലാവരും നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി അല്ല, പക്ഷെ പെരുമാറ്റ പ്രശ്നങ്ങളാണ് പലരും ഇഷ്ടമുള്ള ജീവിതമല്ല നയിക്കുന്നത്. പലരുടെയും സ്വഭാവപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കാരണം എത്രയോ ആളുകൾ വിഷമിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഈ പറയുന്ന സംസാരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അറിയൂല. ഇനി നമ്മളൊക്കെ കണ്ണീര് കുടിച്ചതുപോലെ, നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ ഇനിയുള്ളവർക്കൊന്നും സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ ചിന്ത ഉള്ളത് കൊണ്ട്, ആത്മാർത്ഥമായി നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെയുള്ള ചില ആളുകള്, നല്ല സാമർഥ്യമുള്ള ആളുകള് പെട്ടെന്ന് വേറെ വീടെടുത്ത് താമസം മാറും. എന്നാൽ ചില കുടുംബങ്ങളിൽ താമസം മാറാൻ പറ്റാതെ ഇവർ ഈ കളി കളിക്കുമ്പോൾ വീട്ടുകാരും കളിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലൊക്കെ മാറാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകളും ഉണ്ടാവും. പിന്നെ ഇത്തരം പേഴ്സണാലിറ്റിന്റെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ചിന്തിക്കും, ഈ പലതും വലിയ കാട്ടിക്കൂട്ടും കുടുംബങ്ങളിൽ. ഞങ്ങളെയൊക്കെ കുടുംബത്തിൽ സംഭവിച്ചത് പിന്നീടാണ് നാട്ടുകാർക്കൊക്കെ മനസ്സിലായത് ആരെ ഭാഗത്താണ് തെറ്റ്, ആരെ ഭാഗത്താണ് ശരി എന്നുള്ളത്. അതിനൊക്കെ കാലങ്ങൾ എടുക്കും, വർഷങ്ങൾ എടുക്കും അതിനൊക്കെ. അപ്പോ അത് നമുക്ക് കാണാൻ ആയുസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് അറിയണം. അതിന് നമ്മൾ വിൽ പവറോടൊക്കെ, മനസ്സിന്റെ നല്ല ശക്തിയോടെ നമ്മൾ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സത്യങ്ങളും പിന്നീട് മനസ്സിലാവും. അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി മകനോ അല്ലെ മകളോ ഒക്കെ വാടകയ്ക്ക് പോകുമ്പോൾ, താമസം മാറുമ്പോൾ പലതും പറയാൻ ആൾക്കാരാണ്. അതിലൊക്കെ നമ്മൾ ഇങ്ങനെ വിഷമിച്ച് തകർന്ന് നമ്മൾ രോഗിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, കാരണം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനും കാരണമുണ്ട്. ഇത്തരം ഇപ്പോ ഈ രാവിലെ മെഡിറ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ അവര് പറയുന്ന ഏറ്റവും വലിയൊരു ഘടകമുണ്ട്. എന്ത്? ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകൾക്ക് നമ്മൾ പുറത്ത് കൊടുക്കണോ, ക്ഷമിച്ചു കൊടുക്കണോ? ഞാനൊക്കെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോ അവരോട്
സ്നേഹത്തോടെ അവർക്ക് നിരുപാധികം ക്ഷമിച്ചു കൊടുത്തത് കൊണ്ടാണ്, അവർക്ക് പുറത്തു കൊടുത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറുന്നതിനെ നമ്മൾ നെവർ മൈൻഡ് ആക്കിക്കൊണ്ട്, അവരുടെ അറിവില്ലായ്മകളാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത്, അവരുടെ ജനിച്ച ചുറ്റുപാടിൽ നിന്നും അവർ നേടിയെടുത്തത് ഈ രൂപത്തിലുള്ള അറിവുകളാണ്, മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷമല്ലേ, പോയിക്കോട്ടെ. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെൽത്ത് തകരില്ല. നമ്മൾ സന്തോഷിക്കുന്നത് പോലെ ഇപ്പൊ അവർക്ക് നമ്മളെ കൂടെയൊക്കെ ജീവിക്കാൻ പ്രയാസം ഉണ്ടാവുമായിരിക്കും. ചില കുടുംബങ്ങൾ എന്താ ചെയ്യലെന്ന് അറിയോ? ഞാൻ പഠനം നടത്തിയതിന്റെ ഭാഗമായിട്ടോ ഓരോരുത്തർ ഇങ്ങനെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ചില കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് കേസ് കൊടുക്കും. ഈ ഭർത്താവിന്റെ വീട്ടുകാരും ആരും കേറാതിരിക്കാന് കേസ് കൊടുക്കും, പോലീസിൽ കേസ് കൊടുക്കും. എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കേസിൽ എന്ത് ചെയ്യും, അധികം മാറി താമസിക്കുന്ന കേസാണ്. ഞാൻ 15 കുടുംബങ്ങളെ കേട്ട സമയത്ത് മനസ്സിലായത്. പിന്നെ വേറെ കേസിൽ കേട്ടത് മനസ്സിലാക്കിയത് എന്ന് വെച്ചാല് ആ വീട്ടിലേക്ക് കയറി വന്ന വേറെ മരുമക്കൾ ഉണ്ടാവും. ആ മരുമക്കളെ ഇതേപോലെ പറഞ്ഞ് ധരിപ്പിച്ച് ഇവർക്ക് നല്ലൊരു കുടുംബാന്തരീക്ഷം വലുത് തകർത്ത് ആ മരുമക്കളൊക്കെ അവിടേക്ക് വരുന്ന ഒരു ഭയങ്കരമായിട്ട് തെറ്റിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ളവരുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാല് അവർക്ക് നെഗറ്റീവായിരിക്കും അവരുണ്ടാവല്. പിന്നെ അവർക്ക് കളവ് പറയാനൊന്നും ഒരു മടിയും ഉണ്ടാവില്ല. നന്നായിട്ട് നെഗറ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ നമ്മുടെ എനർജി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. കളവ് സുഖമായിട്ട് ഓല് പറയും. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇപ്പൊ മരുമക്കളാണ് ഇങ്ങനെ വന്നതെങ്കിൽ നമ്മുടെ മക്കൾ അവരുടെ വാക്കുകൾ, അവർക്ക് സത്യം അറിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അതത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവര് പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മക്കളൊക്കെ നമ്മളോട് ഇങ്ങനെ വഴക്ക് പറയുന്നതും നമുക്കെതിരെ സംസാരിക്കുന്നതും ഒക്കെ. ശരിക്കും ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സത്യം മനസ്സിലാക്കി, ശരിയാണ് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റികൾ ഉണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിലേക്കൊരു മരുമകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെ മരുമകൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം, അവരുടെ കുട്ടിക്കാലം, അവർ കഴിഞ്ഞു പോയ ജീവിതാനുഭവങ്ങൾ ഇതൊന്നും നമുക്കറിയില്ല. ആ വ്യക്തി കുട്ടിക്കാലത്ത് ഈ 4-5 വയസ്സിന്റെ ഇടയിൽ ഭയങ്കര പരിക്കൻ അവസ്ഥയിലാണോ ജീവിച്ചത്? ഉമ്മ ടെൻഷനിലൂടെ ഒക്കെ പോയത് കാരണം മോശമായിട്ടാണോ ഈ കുട്ടിയോട് പെരുമാറിയത്? പിന്നെ വല്ല 10 വയസ്സിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അബ്യൂസുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. നമ്മള് കാണാൻ പോയി, വീട്ടുകാരെ നമ്മളൊക്കെ കാണാൻ പോയി. ഇപ്പം അധികം അഫെയർ ആണല്ലോ, പ്രണയ വിവാഹമാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ വല്ലാണ്ടൊന്നും ചിന്തിക്കൂല. അപ്പൊ നമ്മൾ കാണാൻ പോയി, നമുക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചു, അപ്പൊ കുഴപ്പമില്ല എന്ന് കേട്ടു. ഇങ്ങനെയാണ് അധിക വിവാഹങ്ങളും നടക്കല്. അപ്പൊ ഇത്തരം പേഴ്സണാലിറ്റികളെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. ഒരു കുടുംബം പറയാണ്, ഒരു വ്യക്തി ഇതേപോലെ 6 മാസങ്ങൾക്ക് മുന്നേ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, 6 അല്ല, ഒരു വർഷത്തിന്റെ അടുത്തായി അറ്റൻഡ് ചെയ്ത്. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, രോഗങ്ങളൊക്കെ സൈക്കോസൊമാറ്റിക് ആണ്. ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഇങ്ങനെ സ്വഭാവ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആ വ്യക്തിയുടെ ഒരു ബന്ധുവിന്, ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടായപ്പം എന്നെ കോണ്ടാക്ട് ചെയ്ത്, നിങ്ങൾ അന്ന് പറഞ്ഞ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ആ കുടുംബത്തിലേക്ക് കയറി വന്നു. ആ വ്യക്തി വരുന്നത് വരെ, അതും ആ വ്യക്തി പിന്നെ രോഗമുണ്ടായ വ്യക്തി എന്ന് പറഞ്ഞാല് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് വേണ്ട പഞ്ചായത്തും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം അവരിങ്ങോട്ട് പറയാതെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബ്രദറിനെ വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുട്ടോ. അപ്പൊ എന്നോട് ലാസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ അതന്നെയാണ് കറക്റ്റായി സംഭവിക്കാൻ പോകുന്നത്. ഭയങ്കര സ്നേഹത്തിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു, മക്കളും ഉമ്മയും ബാപ്പയും തമ്മിൽ.
ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഇപ്പൊ ആ വ്യക്തി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആർക്കും മനസ്സിലാവരുത് എന്നുള്ള നിലക്കാണ് ഞാൻ ഏടി തൊടാതെ പറയുന്നത്. അപ്പോ ഈ ഈ പറഞ്ഞ വാക്കിനോട് യാഥാർത്ഥ്യം വരുന്ന രൂപത്തിലാണ് പിന്നെ നടക്കുന്ന ഓരോ സംഭവങ്ങളും. അപ്പൊ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലായാൽ, എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിയാൽ നമ്മളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ക്യാൻസർ എന്ന മാരക രോഗങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ പിന്നെ കിഡ്നി പേഷ്യന്റ് അങ്ങനെയുള്ള വേറെ പല രോഗങ്ങൾക്കും നമ്മളെ വിട്ടുകൊടുക്കാതെ, പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കുടിക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, ഇത്തരം അവയർനെസ്സുകൾ, അറിവുകൾ നമുക്ക് ലഭിച്ചാൽ. ഇതൊന്നും ഞാൻ പറയുന്നത് പോലെ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫ് തിരിച്ചു പിടിച്ചതുപോലെ, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് പോലെ, എല്ലാവരും നല്ല സന്തോഷമുള്ള ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം എത്രയോ കുടുംബങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ കാരണം പുറത്ത് തുറന്നു പറയാതെ കണ്ണീരിലൂടെ കഴിയുന്നവരുണ്ട്. സ്വന്തം പേരമക്കളെ ഒന്ന് താലോലിക്കാനോ കാണാനോ സംസാരിക്കാനോ കഴിയാതെ പോലും നോക്കൂല. ഇങ്ങനെ ഇവര് വാടകയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒരു പ്രശ്നത്തിലും അവരിടപെടുക. ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ EFT ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവര് പറയുന്നത് അതാണ്, അത്ഭുതമായി പോവും ഇവരുടെ കാര്യങ്ങൾ കണ്ട. ഒരു കാര്യത്തിന് പോലും ഉപ്പല്ലാത്ത വീടൊക്കെ ആവുമ്പോ ശരിക്ക് എല്ലാം ചോദിച്ചറിയേണ്ട, കാര്യങ്ങൾ ചെയ്തു തരേണ്ട മക്കള് തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥ. എന്നാലോ പൈസയുണ്ടോ, പണം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ച് ഇവര് വരും ചെയ്യും. എവിടെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ ഉമ്മനെ പറഞ്ഞും അതാക്കി ഇതാക്കി അതിന് മാത്രം വരും, വേറൊന്നിനും വരൂല. അവർക്ക് സ്വത്തിനെ സംബന്ധിച്ചും പണത്തിനെ സംബന്ധിച്ചും ഭയങ്കര ശുഷ്കാന്തിയേക്കും. ഇതൊക്കെ ഇവര് നമ്മൾ അറിയാതെ പോലും വിലക്കെ ചിലപ്പോൾ ആധാരമൊക്കെ കയ്യിലാക്കിയിട്ടുണ്ടാവും. അതിന് അവർക്ക് നല്ല ഒരു കഴിവ്, സ്വത്ത് എങ്ങനെങ്കിലും കൈക്കലാക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. ഇവരെന്ന് പറഞ്ഞാൽ ഇവര് നല്ല ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഭയങ്കര ഒരു വിൽ പവർ. കാരണം ഞാൻ ആ ഘടകങ്ങൾ പറയുമ്പോൾ ഞാൻ ബാക്കി പറയും. ഒറ്റതാ പറയുന്നത്, അവര് നല്ല സ്വന്തത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ആത്മാരാധന, ഞാൻ എന്ന ഭാവം, ഞാൻ മതി, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറഞ്ഞ് കേട്ടാ മതി, ഈ ഒരു ഭാവം അവർക്ക് നന്നായിട്ടുണ്ടാവും. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇവരുടെ പ്രത്യേകതകൾ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ഇതിലൂടെ മാത്രം പോകുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള മക്കളോ മരുമക്കളോ ഫ്രണ്ട്സോ അയൽവാസികളോ ഇവരൊക്കെ ഈ രൂപത്തിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുമായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ, പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം മനസ്സിലാക്കുക, ഇവര് ഇന്ന ക്യാരക്ടറാണ്. അവരെ ഞാൻ ശരിയാക്കാൻ നിന്നാൽ ചിലപ്പോൾ ശരിയായി കൊള്ളണമെന്നില്ല, ഞാനും കൂടി കേടായി പോവാന്നല്ലാതെ. അപ്പോൾ അവരോട് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഭയങ്കര പ്രശ്നമുള്ള, നാട്ടിൽ മുഴുവനും ചർച്ചയാവുന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാതെ അവരെയും നമ്മളെ അണ്ടറിൽ നിർത്തിക്കൊണ്ട്, ഇത് പ്രശ്നങ്ങൾ ആവൽ എവിടെയെന്നറിയോ? ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, സന്തോഷത്തോടെ സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്കാണ് ഇങ്ങനത്തെ ഒരു അംഗം വരുന്നതെങ്കിൽ അവരവരുടെ സ്വഭാവം കാണിക്കും. ഇപ്പൊ മകളെ ഭർത്താവായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അനിയന്റെ ഭാര്യ അല്ലെ ജ്യേഷ്ഠന്റെ ഭാര്യ, എന്റെയൊക്കെ അറിവില് ഒരു 4 മക്കളുള്ള ഒരു ഉമ്മനെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് അനിയന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് ആ വ്യക്തിക്ക് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇത്തരം ക്യാരക്ടറാണ്. ഇങ്ങനെയുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, ഈ ഒരു അറിവ് നമുക്ക് ആദ്യമേ ലഭിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ എത്ര ഡിഗ്രി എടുത്താലും, എത്ര പണം ഉണ്ടെങ്കിലും, ഇത്ര വലിയ വലിയ വാഹനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞാലും, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു അറിവ് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ടെൻഷൻ അടിക്കാൻ മാത്രമാണ് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പേരൻസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിനും ടെൻഷൻ അടിക്കണം, എല്ലാം വിഷമിച്ച് വിഷമം എന്നിട്ട് സ്ട്രെസ്സായി, അല്ലെ ഡിപ്രഷനിലേക്ക് പോയി, അല്ലെ വേറെന്തെങ്കിലും രോഗങ്ങളായി.
നമ്മുടെ മനസ്സിന് ക്ലീൻനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ഇത്തരം ഇമോഷൻസിനെ കളയുവാനുള്ള, പുറത്തേക്ക് എടുക്കാനുള്ള, ഒഴിവാക്കാനുള്ള ടെക്നിക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ കുടുംബവും നമ്മുടെ ഹെൽത്തും ഒക്കെ തകരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുമില്ല. അപ്പോൾ ഇമോഷൻ കളയുന്ന ടെക്നിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വരൂല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, എൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, എനിക്ക് മരുമകളൊന്നും വന്നില്ല കേട്ടോ. അപ്പോ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഇങ്ങനത്തെ പേഴ്സണാലിറ്റികളാവുമ്പോൾ നമ്മൾ എത്ര നല്ലത് ചെയ്തു കൊടുത്തിട്ടും കാര്യമല്ല, നമ്മൾ അവരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല, അവരവരുടെ സ്വഭാവം എടുക്കാൻ തുടങ്ങും. എനിക്കൊക്കെ നന്നായിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോ അന്നൊന്നും ഈ സത്യങ്ങൾ അറിയില്ലേനിട്ടോ, സത്യം പറയണം. അന്നൊക്കെ ഈ സത്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇത്രയും പ്രയാസങ്ങളിലൂടെ ലൈഫ് പോവേണ്ട ഒരു ആവശ്യമില്ലേനി. പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയും. അപ്പൊ ഇനിയുള്ളവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്ത് നിലപാടെടുക്കണം എന്നറിയാനാണ് ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നത്. അപ്പോ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരു മെമ്പർ, അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അതുവേ ഞാൻ എൻ്റെ മകനെ കണ്ടത് ചിലപ്പം ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണ, എന്നോട് നല്ല സ്നേഹമുള്ള, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരുന്ന ഒരു മകനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവല്. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ മക്കളും അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആവുമ്പോൾ ഞാൻ പറയുമ്പോൾ പിന്നെ മകൻ അനുസരിക്കാതാവും, അല്ലെങ്കിൽ മകൻ എന്നെ കൊള്ള തർക്കിച്ച് വരാൻ തുടങ്ങും. നിങ്ങൾ എന്താ ഇങ്ങനെ, നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, അല്ലെ ഇത് ചെയ്ത് ശരിയായില്ല. അപ്പൊ നമ്മളെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുണ്ടാവില്ല, അപ്പൊ നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങും. അല്ല മോനെ, ഈ പറയുന്ന രൂപത്തിലുള്ള സംഗതികളൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ പിന്നെയും ഈ തലയണ മന്ത്രം എന്നോണം ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റികൾക്ക് ചിലപ്പം തറവാട് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കുറെ കുടുംബങ്ങളും വരവും പോക്കും എല്ലാം ഉണ്ടാവും. അവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെ ഇവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരെ ഉള്ളിലുണ്ടാവും. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ ചിലപ്പോ എന്റെയൊക്കെ കുടുംബത്തിൽ സംഭവിച്ചത് ഇത്തരം കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടുള്ള തന്ത്രങ്ങളാണ് നടന്നത്. പിന്നീട് 30 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ സത്യം നാട്ടുകാർക്ക് വരെ മനസ്സിലായത്. അതുവരെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയോണ്ട് നമ്മൾ മോശക്കാരാണ്, സ്നേഹത്തോടെ നിന്ന അയൽപ്പക്കങ്ങളൊക്കെ ഞങ്ങളൊരു ഭീകരജീവികളെ കാണുന്നത് പോലെ നോക്കാൻ തുടങ്ങി. അപ്പൊക്കുള്ള വിഷമം ഒന്ന് ചിന്തിച്ചു നോക്കണം. പക്ഷെ അവിടെയൊന്നും പതറാതെ, എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഒട്ടും ചേരാത്ത കൾച്ചറും സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയപ്പം ആ ഭാഗം തന്നെ അങ്ങോട്ട് മനസ്സുകൊണ്ട് ഒഴിവാക്കിയപ്പോഴാണ് എനിക്കൊക്കെ പിന്നീടൊരു തിരിച്ച് ജീവിതം കിട്ടുന്നത്. പക്ഷെ വീണ്ടും നമ്മൾ ഒരു ശത്രുതക്കും ഒരു സംഗതിക്കും അവരോട് പോകുന്നില്ലെങ്കിലും നമുക്കെതിരെ അവർക്ക് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. എത്രയോ ആളുകൾ, എത്രയോ കുടുംബങ്ങൾ ഈ സംഭവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഇപ്പൊ എൻ്റെ വീട്ടിലെ സംഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ മരുമകൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് നിലപാടെടുക്കും? എനിക്ക് അറിവില്ലെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവില്ലെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങും. എൻ്റെ മരുമകളോട് ഞാൻ പറയും, ഈ വന്നതിന് ശേഷമാണ് ഞങ്ങളെ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിൽ, അവളോട് ഭയങ്കര വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടും. പിന്നെ ഈ വെറുപ്പിനനുസരിച്ചായിരിക്കും എൻ്റെ പെരുമാറ്റം ഉണ്ടാവല്. പിന്നെ അവര് നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറെ ഉപദേശങ്ങളും അതും ഇതൊക്കെ കാര്യങ്ങൾ നീക്കും. ഇവർക്ക് ഇതൊന്നും എന്താവൂല, വെൽപ്പോവില്ല. അവരെന്താണോ മനസ്സിൽ കണ്ടത് അതങ്ങനെ പ്രാക്ടിക്കൽ. പൊതുവെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോ മരുമകളാണ് വന്നതെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായിട്ടൊന്നും, ഞങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടായത്, നമ്മളുമായിട്ടൊന്നും വലിയ സംസാരത്തിനോ ഒന്നിനും വരില്ല. അവരുടെ കാര്യം കഴിഞ്ഞ് അവരുടെ റൂമിലട് വാതിലടക്കും. തുടക്കങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് പ്രശ്നമാവും. നമ്മൾ അതിന്റെ മുന്നേ നമ്മളെ വീട്ടിലേക്ക് വേറെ മരുമക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അവസ്ഥ എല്ലാം ഉണ്ടാവല്. അപ്പൊ എന്താ അങ്ങനെ എന്നുള്ളവർക്ക് നമ്മൾ അറിയാതെ ചിന്തകൾ കൊടുക്കും.
അപ്പോ ഇവരെ മനസ്സിലാക്കാതെ നമ്മളും പെരുമാറും. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാതെ അങ്ങനെ നമ്മളും മക്കളും തമ്മിലായിരിക്കും ഫൈറ്റ് ഉണ്ടാകല്. അവരിങ്ങനെ തിരികേറ്റി കൊടുക്കും. തിരിച്ചും ഉണ്ടാവും. പെൺകുട്ടികളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ വരെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഇത്തരം അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിലൊക്കെ നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ പെരുമാറ്റം കാരണം നമ്മൾ തകർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാക്കോ അല്ലെ വേറെന്തെങ്കിലും ഒക്കെ ആയി നമ്മുടെ ജീവിതം കൂടുതൽ കണ്ണീരിലേക്ക്, കൂടുതൽ പ്രയാസമുള്ള അവസ്ഥയിലേക്ക്, നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എങ്ങനെയായാലും ഇവരൊന്നും നമുക്ക് തണലായി നിന്നുകൊള്ളണമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പടച്ചോൻ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത്, നല്ല അറിവിനെ കൊടുത്ത്, ഒരു തിരിച്ചറിവ് നൽകി ഓരോ കുടുംബങ്ങളും നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട്, മറ്റുള്ളവർ അങ്ങനെ പറയുന്നു അല്ലെ ഇങ്ങനെ പറയുന്നു, മോന് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ എനർജി, ആത്മാവ്, റൂഹ്, സൃഷ്ടാവ് തന്ന ആ ഗിഫ്റ്റ്, ഉള്ളിലുള്ള ആ ആത്മശക്തി കേടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓരോ വിഷമങ്ങളിലൂടെയും ആ എനർജി ഇങ്ങനെ കേടായി അതിന്റെ റിസൾട്ടാണ് രോഗങ്ങൾ. അപ്പോ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ശത്രുതക്ക് പോവാതെ, നമ്മൾ എതിരിന് നിൽക്കുമ്പോഴാണ് അവർക്ക് ശത്രുത കൂടല്. ഇപ്പോ ആ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ ഇങ്ങനത്തെ 3 മാസം ആയപ്പോഴത്തേക്ക് വാടകയ്ക്ക് പോവാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കള് പലതും പറഞ്ഞു പോകും. നമുക്ക് സഹിക്കാൻ പറ്റൂല. വിഷമം ഒതുക്കിയാൽ ഒതുങ്ങാത്തതാണ് ഇതൊക്കെ. അപ്പൊ ഈ പറയുന്നത് ഒരു ഉപകാരവും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ശത്രുതയുണ്ടാവുന്നല്ലാതെ, നമ്മള് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വരെ ചെയ്യുകയാണെങ്കിലും ഈ മരുമക്കൾ അവിടെ നിൽക്കൂല. ഞാൻ ആ കണ്ട ഉമ്മയുടെ അടുത്ത് ആ മരുമകള് ആൻജിയോഗ്രാമിന് വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റുന്നതിന്റെ കുറച്ച് പൈസ കൊണ്ടു കൊടുക്കാനാ വന്നത്. തൊട്ടു മുന്നേ ആ മരുമകളാർന്ന് അപ്രത്യക്ഷമായിരുന്നു. പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടി നമ്മുടെ ആരോഗ്യം അടിയറ വെക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് നമ്മളെ സ്നേഹിച്ചുകൂടാ? അവരൊക്കെ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഇത്തരം പോളിസികളൊക്കെ നടത്തി കുടുംബത്തിൽ ഭിന്നിപ്പും കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം വാടകക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുപോലെ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ സ്നേഹിച്ചുകൂടാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ച് ഈ രോഗിയായി ഞാൻ എത്ര കഷ്ടപ്പെട്ട ആ ഉമ്മ പറയാം, മോളെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പ് അരിക്കുന്നുള്ള ചിന്തയോട് കൂടി അത്രയും സ്നേഹത്തോടെ കരുതലോടെയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത്. ഇപ്പോൾ മകനിലൂടെ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എങ്ങനെ സഹിക്കാൻ പറ്റാൻ? പക്ഷെ ഇതിലൊക്കെ നമ്മൾ തളർന്നത് കൊണ്ട് ആർക്കാണ് ഇതിൽ ലാഭമുള്ളത്? ആർക്കാണ് നഷ്ടപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ആളുകൾക്കാണോ നഷ്ടം വരുന്നത്? അവരുടെ കാര്യം നോക്കി ഹാപ്പിനെസ്സിലൂടെ അവരുടെ സന്തോഷമുള്ള ഒരു ലൈഫ് അവർ ക്രിയേറ്റ് ചെയ്യും. അവര് നമ്മൾ ആലോചിക്കുന്നേ അല്ല. ആ 10 ക്യാരക്ടർ പറയുമ്പോൾ ഇതിനുള്ള മറുപടി കയ്യിൽ കിട്ടും. 10-ലധികം ഉണ്ട്. അപ്പോ അപ്പം ഞാൻ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഇത്തരം പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, നമുക്കൊന്നും ഒരു കാലത്ത് ഇത് ഇങ്ങനെയുള്ളതാണ് കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നല്ല ഒരു നിലപാടിലൂടെ കാര്യങ്ങൾ നീക്കിക്കൊള്ളി എന്നുള്ള ഒരു അറിവ് ഒരു കാലത്ത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോവേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലെ ഇനി ആരും ഇങ്ങനെ ഇത്തരം വിഷമങ്ങളിലൂടെ പോയി അവനവന്റെ ജീവിത സൗകര്യം, സുഖങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം സ്ട്രോങ് ആക്കുക. എൻ്റെ റബ്ബ് സൃഷ്ടിച്ചത്, എൻ്റെ പ്രപഞ്ച സൃഷ്ടാവ് എന്നെ സൃഷ്ടിച്ചത് മക്കളെയും മരുമക്കളെയും ഭർത്താവിനെയും നാട്ടുകാരെയും ഒന്നും കണ്ടിട്ടല്ല. ആണോ?
ആണോ അല്ലേ? നിങ്ങൾ പറഞ്ഞേരി. ഇവലെയൊക്കെ കണ്ടിട്ടാണോ നമ്മളെ സൃഷ്ടിക്കണേ? അല്ല, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കേ. സൃഷ്ടിച്ചു. ഞാൻ ഫസ്റ്റ് ഓപ്പൺ ആക്കിയ സമയത്തും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത കുറെ ആളുകളുണ്ട് ഇതില്. അല്ല നമ്മളെ അല്ല, സീനത്ത് പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ മെസ്സേജ് ആട്ടോ. അല്ല, ആരും കണ്ടിട്ടല്ല. നമുക്ക് നമ്മുടെ പാരന്റ്സ് ഒരു നിമിത്താണ്. സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് ജന്മം ലഭിക്കാൻ ഒരു നിമിത്താണ്. പക്ഷെ സൃഷ്ടാവിന്റെ ഒരു തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹീത ജന്മം അതിനെ മനോഹരമാക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കടമ. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ മനോഹരമാക്കും എന്നുള്ളതായിരിക്കും നിങ്ങളുടെയൊക്കെ ചോദ്യം. ആണോ അല്ലേ? ആ മെഡിറ്റേഷനിൽ കയറിയ കുറച്ച് ആൾക്കാർ ഇതിൽ ശരിക്ക് കയറേണ്ടിനി. അതിൽ ഒരാൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് എന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് കയറാൻ പറ്റൂല എന്നുള്ളത്. ഈ എന്നോട് ചോദിച്ച ആളുകളുണ്ട്, അവർക്ക് ശരിക്കും ഒരു മറുപടിയാണിത്. അവരിതുപോലെ ഇനി യൂട്യൂബിൽ നിന്ന് കേട്ടോട്ടെ. അപ്പോ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിലാണ് നമ്മൾ മനോഹരമായി ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. ശരിക്കും ഇവരൊക്കെ നമുക്കെതിരെ ഇങ്ങനെ പലരിലൂടെയും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കല് അറിയോ? ഇപ്പൊ എന്റെ മരുമകള് എനിക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കുടുംബം മൊത്തം ഓള സൈഡേക്ക് ഉണ്ടാവല്. എന്നിട്ട് രണ്ട് ഭാഗം പറയാണ്ടാവും. ആ ഉമ്മന്റെ അടുത്ത് നിൽക്കാൻ. കാരണം ഇതിന്റെ മുന്നേ ഞാൻ ഈ ജീവിച്ച ചുറ്റുപാടിൽ ഞാൻ പലരുമായിട്ട് ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരായിട്ടോ അല്ല എൻ്റെ അയൽവാസികളായിട്ടോ അല്ല എൻ്റെ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ചിരിക്കാനുള്ള ഒരു അവസരമാവും ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരെ വേഗം പറഞ്ഞ് ശരിയാക്കും. ഇവരൊക്കെ അഭിപ്രായങ്ങൾ പുറത്ത് പറയല്ലോ, ഉമ്മ അങ്ങനെയാണ് അല്ലെ ഉമ്മ അങ്ങനെയാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ നമ്മളോട് വെറുപ്പുള്ള ആളുകൾ ഒന്നും കൂടി നന്നായിട്ട് തിരി കൂട്ടിക്കൊടുക്കും, കത്തിച്ചു കൊടുക്കും. കാരണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കരയുന്ന ശബ്ദം അവർക്ക് കേൾക്കണം. എന്നിട്ട് ഇവരെന്നെ നമ്മളോട് ശത്രുത ഉള്ള ആളുകൾ തന്നെ പിന്നെ എല്ലാവരോടും പറഞ്ഞു നടത്തും. അവിടെ അങ്ങനെ പ്രശ്നമാണ്, അല്ല ഇവിടെ അങ്ങനെ പ്രശ്നമാണ്. ഓല് യെസ് പറയുന്നുണ്ട്. അവിടെ അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, അവിടെ ജീവിക്കാൻ കഴിയൂല. അങ്ങനെ ഈ മരുമകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് വിഷമം കൂടി വരിക ചെയ്യല്, എല്ലാരും നമുക്കെതിരെ തിരിയുമ്പോൾ. അപ്പൊ ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇപ്പൊ അടുത്ത് ഒരു വ്യക്തിനോട് ഇതേപോലെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവണില്ല. അപ്പോ ഞാന് കാരണം ആ വ്യക്തി എവിടെ പോയാലും അവിടുന്നൊക്കെ കുത്ത് കിട്ടുക. ഇങ്ങനെ മോശമായ അനുഭവങ്ങൾ അത്രയും വർഷം 19-20 വർഷമായിട്ട് ആ വ്യക്തി ആ കുടുംബത്തിൽ ജീവിക്കണ്. അത്രയും കാലല്ലാത്ത അനുഭവം ഈ മരുമകൾ വന്നതിന് ശേഷം ഉണ്ടായി. അന്നിപ്പോ ഇങ്ങനെ ഞാൻ വിശദമായി ചോദിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പിന്നെ ആ വ്യക്തിക്കും മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വിഷമിച്ച് 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 ഒരു ഭാഗത്തെത്തിണ്ടാവും. തുടക്കത്തിലൊന്നും നമ്മൾ ഇതൊന്നും ആരോട് പറയില്ല. നമ്മൾ ചിലപ്പോ പാവയ്ക്കും, ആരോടും ഒന്നിനും ഉപദ്രവത്തിനൊന്നും പോവാത്ത, വലിയ പ്രയാസത്തിലൂടെ ഒന്നും നീങ്ങാത്ത നല്ലൊരു ഇതിലൂടെ ജീവിച്ചൊരു വ്യക്തിയായിരിക്കും. അതിലേക്കായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ എന്ത് അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് നാലാൾക്കാരോടൊക്കെ പറഞ്ഞ് എൻ്റെ മരോൾ ഇങ്ങനെയാണ്, അല്ല എൻ്റെ മകൻ ഇങ്ങനെയാണ് എന്നൊന്നും പറയാതെ നമുക്ക് നമ്മളുടേതായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളോട് ദ്രോഹിക്കുന്നവരോടും നമ്മൾ സ്നേഹത്തോടെ നിൽക്കുക. നമ്മളെ എത്ര വെറുപ്പിച്ചാലും എത്ര വിഷമിപ്പിച്ചാലും നമ്മൾ അവരോട് നല്ല സ്നേഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് നമ്മളെയും അവരെയും ഒക്കെ സൃഷ്ടിച്ച ആ ശക്തി നമുക്ക് സൈഡായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും
കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സത്യം തെളിയിക്കപ്പെടും. നമ്മുടെ ഭാഗത്താണോ തെറ്റ്, അവരുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത്. വൽ അസ്ർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ ഏത് 4 വിഭാഗങ്ങൾ ഒഴികെ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത 4 വിഭാഗങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് മനസ്സിലേക്ക് എടുക്കാതെ നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് അവരെന്താണോ പഠിച്ചത്, അവർക്ക് എന്താണോ സ്വഭാവപരമായിട്ട് കിട്ടിയ അറിവുകൾ, അവരുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്ത് രൂപത്തിലുള്ള പെരുമാറ്റമാണോ അവർ മനസ്സിലാക്കിയത്, പഠിച്ചത്, അതാണ് എൻ്റെ വീട്ടിലും അവർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ഞാൻ വിഷമിക്കുന്നില്ല. ഞാൻ വിഷമിച്ചാൽ രോഗിയായി മാറും, അല്ലാതെ ഒരു റിസൾട്ടും ഇതിനോടുണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആരോഗ്യമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. എത്ര മോശമായി പെരുമാറിയാലും ഞാൻ അത് മൈൻഡ് ചെയ്യൂല. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവരെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ, അവരോട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ പോയപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവരന്ന് അങ്ങനെ പെരുമാറിയതാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. ഒരു വിഷമവും ഒരു വെറുപ്പും അവരോടില്ല. അവർക്കൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഒരു പരീക്ഷണവും നാഥ നീ കൊടുക്കല്ലേ, അവരുടെ ലൈഫ് നീ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്ക്, നല്ല ബുദ്ധി, നല്ല അറിവ്, ഇതൊക്കെ കൊടുത്ത് അവരെ നീ അനുഗ്രഹിക്ക് എന്ന് മാത്രമാണ് ആത്മാർത്ഥമായി ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് ചിലപ്പോ ഈ വിഷയങ്ങളൊന്നും നമ്മളെ മുൻഗാമികൾ മനസ്സിലാക്കി നമ്മളോടൊക്കെ പകർന്നു തരാത്തത് കൊണ്ടാണ് ഇത്രയും രോഗികളും ഇത്രയും ആശുപത്രികളും ഒക്കെ ഉയരേണ്ടി വന്നത്. പൂർവികരായ ആളുകൾ, അധിക ആളുകളും സ്വന്തം കുടുംബങ്ങളും സ്വന്തം കാര്യവും നോക്കി ജീവിച്ചുകൊണ്ട് എത്രയോ ആളുകൾ ഇങ്ങനെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം സാങ്കേതികമായിട്ടൊക്കെ ടെക്നിക്കലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഉയർന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ച് ഇപ്പൊ എൻ്റെ മുന്നിൽ കുറച്ചാളാണ് ഉള്ളതെങ്കിലും ഈ സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അത്രയും ടെക്നിക്കലൊക്കെ ആയിട്ട് നമ്മൾ ഉയർന്നു. അതുപോലെ ഇനി നമ്മുടെ മനസ്സിനെയും നമ്മൾ ക്ലീൻ ആക്കിയാൽ, നമ്മൾ നല്ലൊരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്നേഹിച്ചാൽ, നമുക്ക് വാർദ്ധക്യത്തിലൊക്കെ അസുഖമായിക്കൊണ്ട് രോഗിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ എന്ത് പെരുമാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തോനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓല മൂടും തട്ടി ഓല പണി നോക്കി പോവും, നമ്മളെ നോക്കാനൊന്നും ഓല കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഒരു തീരുമാനം എടുത്തുകൊണ്ട്, അവരൊക്കെ അവരെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും വിഷമിക്കൂല. വിഷമിച്ചാൽ എൻ്റെ എനർജിയെ, അള്ളാഹ് എനിക്ക് ഗിഫ്റ്റായി തന്ന എൻ്റെ ആത്മശക്തിയെയാണ് ഞാൻ കേടാക്കുന്നത്. എൻ്റെ റബ്ബിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണിത്. എൻ്റെ റബ്ബിന് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടാൻ കഴിയൂല ഞാൻ എന്നെ കേടാക്കിക്കൊണ്ട് എൻ്റെ റൂഹിനെ തിരിച്ചു കൊടുത്താൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഭാവി നല്ലൊരു അവസ്ഥയിലേക്കാവുവാൻ ചിലപ്പോൾ നമ്മൾ ഇമോഷൻ കളഞ്ഞ് ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ പോകുന്ന ആളുകൾ, എനിക്കൊക്കെ നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് ഇമോഷൻ കളഞ്ഞ് അവരോട് പെരുമാറുമ്പോൾ. പിന്നെ ഈ കുറഞ്ഞ വർഷങ്ങൾക്കിടയിലൊക്കെ നല്ല ഒരു പെരുമാറ്റമാണ് പിന്നീട് ഫീൽ ചെയ്തത്. അപ്പോ അവിടെയൊക്കെയാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് EFTന്റെ ഒക്കെ പ്രസക്തി ഉള്ളത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ പ്രസക്തി.
അപ്പോ നമ്മളെ വിഷമിപ്പിച്ച, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളോട് മോശമായി പെരുമാറിയ, നമ്മുടെ മക്കൾ വരെ നമുക്ക് എതിര് നിന്ന ഇത്തരം അനുഭവങ്ങളെ ആ വിഷ്വൽ ചെയ്തുകൊണ്ട്, മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ടെക്നിക്ക് പ്രയോഗിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും, സെല്ലുലാർ മെമ്മറിയിൽ നിന്നും ഇത്തരം വിഷമങ്ങളെ പുറത്തേക്ക് കളയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നല്ലൊരു പ്രകാശമുള്ള ഒരു മനസ്സിനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഉള്ളിങ്ങനെ ഇരുട്ടായി ഇരുട്ടായി സങ്കടത്തിന്മേൽ സങ്കടം വന്നുകൊണ്ട് വീണ്ടും വീണ്ടും ജീവിതത്തിൽ ദുഃഖമുള്ള, വിഷമമുള്ള അനുഭവങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നത് നമ്മളെ എനർജിയെ നമ്മൾ കേടാക്കുന്നതിലൂടെ, നെഗറ്റീവ് ആക്കുന്നതിലൂടെ, ദുഃഖത്തിലൂടെ, നിരാശയിലൂടെ, സങ്കടങ്ങളിലൂടെ പോകുന്നതിലൂടെ, പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഇമോഷനായി സ്വീകരിക്കുന്നത് നമുക്ക് വേണ്ടത് സങ്കടങ്ങളാണ് എന്ന് നമ്മുടെ ചിന്തയിലൂടെ മനസ്സിലാക്കിയെടുത്ത് അതിന്റെ ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീഴുന്നത്. കാരണം നമുക്ക് സങ്കടമാണ് വേണ്ടത് എന്ന മനസ്സിലാക്കലിലൂടെ, ആശയം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ തരാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത പല അനുഭവങ്ങളും ഉണ്ടാവും. എത്രയോ ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതായി മനസ്സിലാകുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ക്യാൻസർ എന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് വിഷമം എത്രത്തോളാണ് ഉണ്ടാവുക എന്നുള്ളത് പിന്നെ പറയേണ്ടി വരില്ല. ഒരു കുടുംബത്തിൽ ഒരാള്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആ വ്യക്തിയൊക്കെ അവസാനം ഇപ്പൊ ക്യാൻസറിലാണ് എത്തി നിൽക്കുന്നത്. ആ കുടുംബം തന്നെ ഫുള്ള് ദുഃഖത്തിലേക്കാണ് പിന്നെ പോയത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കുടുംബങ്ങളിലും. എല്ലാവർക്കും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പോകുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ ഇത്തരം ആളുകളുടെ അടയാളങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മളെ കയ്യിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ എനർജിയെ, ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സൃഷ്ടാവ് തന്ന ആ ഗിഫ്റ്റിനെ നമ്മൾ സ്നേഹിക്കുക. ഒരു വിഷമവും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കൂല. ഇങ്ങനെയുള്ള ആരെങ്കിലും ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ EFT എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ആ ഇമോഷൻ കളഞ്ഞ്, ഈ 60, 70, 80 ഒക്കെ വയസ്സാവുമ്പം ഈ നമ്മുടെയൊക്കെ 40-ാം വയസ്സിൽ അല്ലെ 35-ാം വയസ്സിലൊക്കെ ഇത്തരം അനുഭവങ്ങളിലൂടെ പോയവരുണ്ടെങ്കിൽ അത് ഉള്ളിൽ വളർന്നിട്ടാണ് പിന്നീട് വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ആ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെയാണ് പിന്നീട് നമ്മൾ പല രോഗങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അമ്മായിമ്മയായിരിക്കും ഇത്തരം പേഴ്സണാലിറ്റി ഉണ്ടാവല്, പാവം മരുമക്കളായിരിക്കും, അല്ലെ മരുമകളായിരിക്കും ഇത്തരം പേഴ്സണാലിറ്റി, പാവം അമ്മായിമ്മയായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലെ നാത്തൂനായിരിക്കും. പുരയിൽ ഒന്നുണ്ടായാൽ മതി ആ കുടുംബത്തിന് മുഴുവനും സന്തോഷം പോവാന്. അപ്പോ ഇനി ആർക്കെങ്കിലും, ഏതെങ്കിലും മക്കൾക്കൊക്കെ ഇങ്ങനെ വല്ലാത്ത വാശി, ദേഷ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നിലൊരു ഇമോഷൻ ഉണ്ടാവും. ഇത് കളഞ്ഞാൽ ഇത്തരം ആളുകൾ ഇല്ലാത്ത, വളരാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു 10 വയസ്സിന്റെ ഉള്ളില് അല്ലെ 15 വയസ്സിന്റെ ഉള്ളിലൊക്കെ ഇത്തരം ഇമോഷൻസിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെയൊക്കെ വിഷമിപ്പിച്ച അനുഭവങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ആരും തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കഴിഞ്ഞ അനുഭവങ്ങൾ ആരും അല്ലാതെ പറയൂല. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകളോടാണ് പറയല്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന പ്രകൃതി അല്ലെ വാശിയുള്ള ഇത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. കുട്ടികളിലൊക്കെ അവരുടെ ഇമോഷൻസിനെ കളയുന്ന ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്താൽ, മനസ്സിലാക്കി കൊടുത്താൽ അവരുടെയൊക്കെ ലൈഫ് സുന്ദരമായൊരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അവരറിയാതെ ഓരോ വ്യക്തിയും അവരുടെ ഉള്ളിൽ, ഇപ്പോൾ ഞാൻ എൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ പോയ കേസ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യമുണ്ട്. അപ്പോൾ അത് ആ സത്യം ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറയാം, ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പോൾ കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇത്തരം ബിഹേവിയർ വളർന്നു വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം അറിവുകൾ കൊടുത്തുകൊണ്ട്, ഇമോഷൻ കളയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് അവരുടെയൊക്കെ ജീവിതത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സാമൂഹിക ബാധ്യതയാണ് ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഹജ്ജത്തുൽ വിദായിൽ
അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഫൽ യുബല്ലിഗ് ഷാഹിദൽ ഗായിബ, സാക്ഷിയുള്ളവർ സാക്ഷിയില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ലഭിച്ച ഈ അറിവ് എന്തു ചെയ്യാം? ഇനി ഒരാളും ഇത്തരം അറിവില്ലാതെ കരഞ്ഞ് രോഗിയാവുന്ന ഒരു അവസ്ഥയിൽ എത്തരുത് എന്ന തീരുമാനമെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്യാം. 90 48 71 70 75 ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് അവരുടെ ഇമോഷൻ കളഞ്ഞുകൊണ്ട്, കാരണം മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് കഴിയൂല, നമുക്ക് നമ്മളെ മാറ്റാനേ കഴിയുള്ളൂ. മറ്റുള്ളവർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല കളിയും കളിക്കുന്നത്. പക്ഷെ അത് പ്രശ്നം വഷളായി കുടുംബ പ്രശ്നങ്ങൾ അധികരിച്ച് ഒരുപാട് ആളുകൾ ഇടപെടുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തല്. അല്ലാതെ പ്രശ്നം സോൾവ് ആവലല്ല സാധാരണ നമ്മളെ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ, ആശയങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു സമൂഹത്തെ, ഇനി നമ്മളൊക്കെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ളവരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ചിലപ്പോൾ ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, മക്കളായിരിക്കും, മരുമക്കളായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, അയൽവാസികളായിരിക്കും, ഇങ്ങനെയുള്ളവരിലൊക്കെ ഇത്തരം സ്വഭാവക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു നിലപാടെടുത്താൽ, പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇങ്ങനെയുള്ളവരോട് നെവർ മൈൻഡ് ആക്കിക്കൊണ്ട്, അതായത് അവർ കാട്ടിക്കൂട്ടുന്നതൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കാതെ, അവർക്ക് ഇത്രയും അറിവാണ് ലഭിച്ചത്, അവർക്ക് കിട്ടിയ അറിവിനനുസരിച്ച് അവർ ജീവിക്കുന്നു, എനിക്ക് കിട്ടിയ അറിവിനനുസരിച്ച് ഞാനും ജീവിക്കുന്നു എന്നുള്ള ഒരു പോളിസിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അല്ലാതെ ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിൽ മക്കളെ കയ്യിലുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്നെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ആത്മശക്തിയെ ഞാൻ കേടാക്കൂല, അവര് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അത് ഞാൻ ചെയ്യും, ഞാൻ അവരെ സ്നേഹിക്കും, അവരോട് നല്ല നിലക്ക് നിൽക്കും. പൊതുവെ ഇത്തരം കേസിൽ പരസ്പരം വെറുത്ത് ഭാര്യയും ഭർത്താവും അല്ലെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുത്ത് രണ്ടാള് 2 റൂട്ടിലേക്ക് പോകുന്നതാണ് കാണല്. അങ്ങനെ 2 റൂമിലും 2 ബെഡിലും ഒക്കെ കിടക്കും. പിന്നെ അപ്പോൾ നമ്മളിങ്ങനൊക്കെ തീരുമാനങ്ങൾ എടുത്ത് അവരെ കൂട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, അവർക്കെതിരെ നിൽക്കാതെ, അവരോട് കച്ചറക്കും പ്രശ്നത്തിനും ഒന്നും നിൽക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിക്കാം. ചാറ്റ് ബോക്സിൽ എന്തൊക്കെ ഉള്ളോക്കട്ടെ. ആമീൻ അല്ല നിങ്ങള് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ ഈ ക്ലാസ്സിൽ കയറാൻ സന്മനസ് കാണിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാണ്. നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സർവശക്തൻ ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ കാരണം മറ്റുള്ളവരുടെ കുടുംബങ്ങൾ കലങ്ങാതെ സ്നേഹമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി, കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം കൂടുതൽ ഇമ്പമാർന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഞാൻ ഓഫാക്കട്ടെ. ഒന്നും ചോദിക്കാനില്ലല്ലോ? ചോദിക്കുന്നുണ്ടോ? ഇപ്പോ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ബാച്ച്, ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ വിഷമങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോണ്ടാക്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്ലാസ് അറ്റൻഡ് ചെയ്യുക. 15 ദിവസത്തെ, ഈ മാസം 15-ാം തീയതി നവംബർ 15-ന് ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, 15 ദിവസത്തെ. അപ്പോൾ അറ്റൻഡ് ചെയ്ത് ഇമോഷൻസിനെ അതിലൂടെ കളയാം. എന്നാൽ നമ്മളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്തെല്ലാം വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ് എന്നുള്ളത്. ഇമോഷൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കളയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഫീൽ ചെയ്യും, നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാവും, ഇവരോട് നല്ല നിലയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കും, നമ്മുടെ ജീവിതം നമുക്ക് നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും.
അപ്പൊ ഈ മാസം 15-ാം തീയതി 15 ദിവസത്തെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഇനി പലരും അറിയിക്കണം, ചേർത്തണം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ അറിയിക്കുക. അപ്പൊ ഇന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ക്ലാസ്സിനെ പറ്റിയൊക്കെ അറിയാൻ. അപ്പം ഇങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ സന്ദേശങ്ങൾ എത്തിക്കുക. സ്വന്തത്തെ സ്നേഹിക്കാൻ പഠിക്കുക, സ്വന്തത്തെ പരിഗണന കൊടുക്കാൻ പഠിക്കുക, സ്വന്തത്തെ അംഗീകരിക്കാൻ പഠിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ നമ്മൾ കണ്ടെത്തുമ്പം, എനർജിയെ നമ്മൾ കണ്ടെത്തുമ്പം അതിനെ ഇനി ഞാൻ കേടാക്കുകയില്ല, അതിന് ഞാൻ സന്തോഷങ്ങൾ മാത്രമാണ് കൊടുക്കുക, ഇനി ഒരു വിഷമവും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കൂല എന്ന് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരും. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുമില്ലല്ലോ.